മോണോലിസയ്ക്കും മുഹമ്മദ് ഫർഹാനും കേരളത്തിൽ കല്യാണം. ഇതാണ് യഥാർത്ഥത്തിൽ കേരള സ്റ്റോറി. ഒരു സംശയവുമില്ല. തിരുവനന്തപുരം അരുമാനൂർ ശ്രീ നയിനാർ ദേവക്ഷേത്രത്തിൽ വെച്ചാണ് മോണോലിസയെ മുഹമ്മദ് ഫർഹാൻ താലി കെട്ടുന്നത്. നമ്മുടെ കേരളത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന കേരള സ്റ്റോറിയാണ്. ജാതിയുടെയോ മതത്തിന്റെയോ അതിർവരമ്പുകൾക്കപ്പുറമുള്ള വിവാഹങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ്. സമുദായം കാണും, സമുദായങ്ങളുടെ സ്വത്വം കാണും, അതിനെ നമ്മൾ ബഹുമാനിക്കുന്നു. എന്നാൽ സമുദായങ്ങൾക്ക് അതീതമായി അല്ലെങ്കിൽ സമുദായങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ടുള്ള വിവാഹങ്ങൾ ഉണ്ടാകുന്നത്, അത് ഹിന്ദു മുസ്ലിം ആണെങ്കിലും, മുസ്ലിം ഹിന്ദു ആണെങ്കിലും, ഹിന്ദു ക്രിസ്ത്യൻ ആണെങ്കിലും, ക്രിസ്ത്യൻ ഹിന്ദു ആണെങ്കിലും, മുസ്ലിം ക്രിസ്ത്യൻ ആണെങ്കിലും, ക്രിസ്ത്യൻ മുസ്ലിം ആണെങ്കിലും അതിനെ സ്വാഗതം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് മോണോലിസയ്ക്ക് അങ്ങനെ ഒരു കല്യാണം കഴിക്കാൻ മോണോലിസയുടെ വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നു. ഏത് നാട്ടിലേക്ക് വരണമെന്ന് മോണോലിസ ചിന്തിച്ചപ്പോൾ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. അത് നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് തന്നെ വരുന്നുണ്ട്. അത് നമ്മുടെ കേരളത്തിന്റെ മഹത്വമാണ്. അത് കേരള മോഡലാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ കൈയടിക്കണം, സല്യൂട്ട് പറയണം. ഏറ്റവും സുരക്ഷിതമായി ഈ രാജ്യത്ത് എവിടെ പോകാം എന്ന് ആലോചിച്ചപ്പോൾ അതിന് മൊണാലിസയ്ക്കും ഫർമാനും ഒരൊറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ, അത് കേരളമാണ്. അതാണ് അതിലെ പോയിന്റ്. ഈ രാജ്യത്ത് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ സ്വന്തം സ്വത്വം കൊണ്ട്, ഐഡന്റിറ്റി കൊണ്ട്, ജാതി കൊണ്ട്, മതം കൊണ്ട് ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു പ്രശ്നവുമില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുമെങ്കിൽ അത് നമ്മുടെ കൊച്ചു കേരളമാണ്. നമ്മുടെ നിവിൻ പോളിയുടെ മലയാളി ആന്തത്തിൽ പറഞ്ഞതുപോലെ ഇത് അയ്യങ്കാളിയുടെ നാടാ, അയ്യപ്പന്റെ നാടാ, പള്ളിക്കൂടം പണിഞ്ഞൊരു ചവറാച്ചന്റെ നാടാ, ഫാദർ ചാവറപ്പിതാവിന്റെ നാടാ, കുഞ്ഞാലിയുടെ നാടാ, കൊച്ചുണ്ണിയുടെ നാടാ, പറങ്കിയെ വിറപ്പിച്ച കുഞ്ഞാലിയുടെ ചോരമണ്ണാട എന്ന പാട്ടിൽ പറയുന്നത് പോലെ നമ്മുടെ നാടിന്റെ മഹത്വമാണ്. ശ്രീനാരായണ ഗുരുദേവന്റെയും ചട്ടമ്പി സ്വാമിയുടെയും തങ്ങൾമാരുടെയും ഒരുപാട് നല്ല പള്ളിയിലച്ചന്മാരുടെയും നമ്മളെ നയിച്ച അങ്ങനെ ഒരുപാട് വ്യത്യസ്ത മത സാമുദായിക സാംസ്കാരിക മേഖലയിലുള്ള ആൾക്കാർക്ക് ഒരുമിച്ച് കൂടാനുള്ള ഒരു സ്ഥലമാണ് കേരളം. അഭിമാനമാണ് കേരളം. നിൽക്കുമ്പോഴാണ് മൊണോലിസയുടെ കുടുംബത്തിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടാവുന്നത്, മറ്റൊരു വിവാഹത്തിനൊക്കെയായി സമ്മർദ്ദം ഉണ്ടാവുന്നത്. ആ സമയത്ത് ഇത് തന്നെയാണ് തന്റെ ജീവിതം എന്ന് ഉറപ്പിച്ച മൊണോലിസ സംരക്ഷണത്തിനായാണ് കേരള പോലീസിനെ സമീപിച്ചത്. കേരള പോലീസ് എല്ലാ പിന്തുണയും നൽകി. ഇപ്പോൾ ഇതാ അവരുടെ വിവാഹം അല്പസമയത്തിനകം നടക്കാൻ പോവുകയാണ്. മൊണാലിസയെ കേരളത്തിന്റെ ഒരു പെൺകുട്ടിയായി തന്നെ എത്തിയപ്പോൾ കണ്ടതാണ് മൊണാലിസയ്ക്കുള്ള ഒരു സ്നേഹവും പിന്തുണയും ഒക്കെ. അന്ന് തന്നെ മൊണാലിസ ആ തരത്തിലൊക്കെ പ്രതികരിച്ചിരുന്നു. കേരളത്തിന്റെ ഒരു സ്നേഹം തന്റെ മനസ്സ് നിറച്ചു എന്നൊക്കെ പ്രതികരിച്ചിരുന്നു എന്ന് വായിച്ച ഓർമ്മയുണ്ട്. അങ്ങനെ തന്നെ സ്വീകരിച്ച സ്നേഹിക്കുന്ന കേരളത്തിന്റെ മണ്ണിൽ തന്നെ ഇപ്പോൾ ഒരു വിവാഹം. മൊണാലിസയും മുഹമ്മദ് ഫർഹാൻ ഖാനും ഫർമാനും ഇത് അരുമാനൂരിലെ നൈനാർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരാവാൻ നൈനാർ ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടാൻ പോവാണ് കാണുന്നത്. അവിടെ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ഒക്കെ ഒരു പിന്തുണ തിരുവനന്തപുരത്ത് വെച്ച് ഇങ്ങനെ ഇവിടെ തന്നെ വിവാഹിതരാകാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. ഇതാ ക്ഷേത്രത്തിലേക്ക് ഇരുവരും അവർ അമ്പലത്തിലേക്ക് കയറുന്നു, കല്യാണം കഴിക്കുന്നു. ഇതല്ലേ നമ്മുടെ നാടിന്റെ മഹത്വം? അത് അമ്പലത്തിലാകാം, പള്ളിയിലാകാം, ഒരു ദേവാലയത്തിലാകാം, ഒരു ദൈവിക സാന്നിധ്യമുള്ള, ദൈവിക ചൈതന്യമുള്ള അല്ലെങ്കിൽ ആത്മീയ ചൈതന്യമുള്ള സ്ഥലത്ത്. ഇതല്ലേ നമ്മുടെ നാടിന്റെ നന്മ? കഥയുടെ പശ്ചാത്തലമൊക്കെ ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ ആക്ഷനിലേക്ക് കടക്കാൻ പോവുകയാണ്. സിനിമയിലെ ഏറ്റവും മനോഹരമായ മുഹൂർത്തത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകും. നമ്മുടെ പഴയ 90s കിഡ്സിന് അറിയാം, പഴയ പ്രിയദർശന സിനിമയൊക്കെ കല്യാണമാണ് ഫൈനൽ മൊമെന്റ്. മൊണാലിസയുടെ ജീവിതം ഒരു സിനിമയാവുകയാണെങ്കിൽ ശ്രീജ, അങ്ങനെ കഥയുടെ ഏറ്റവും ഭംഗിയുള്ള ഒരു മുഹൂർത്തത്തിനാണ് നമ്മളിപ്പോ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്ന് തന്നെ പറയാം. മൊണാലിസ കാത്തിരുന്ന നിമിഷം, 1.5 വർഷം നീണ്ട പ്രണയത്തിനൊടുവിൽ മൊണാലിസയും ഫർമാനും വിവാഹിതരാവുകയാണ്. അവരുടെ പ്രണയമല്ലേ, അവന്റെ പ്രണയമല്ലേ, അവര് കല്യാണം കഴിക്കട്ടെ. നമ്മൾ എന്തിനാണ് ഇതിനെ കേട്ട് ഇടപെടുന്നത്? ഒരു കാര്യം, പ്രീ മാരിറ്റൽ എഡ്യൂക്കേഷൻ വല്ലതും ചെയ്യുകയാണെങ്കിൽ, വിവാഹപൂർവ്വ വിദ്യാഭ്യാസം ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമ്മുടെ ക്രിസ്ത്യൻ സഭകളിൽ ചെയ്യുന്നത് പോലെ അവർക്ക് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും, പരസ്പരം മനസ്സിലാക്കലുണ്ടാകും. ഇവിടെ അനുഭവപ്പെടുന്നത് മൊണാലിസയും അതുപോലെ തന്നെ ഫർമാന്റെയും വിവാഹം കാണാൻ വേണ്ടി മാധ്യമപ്രവർത്തകരായാലും നാട്ടുകാരായാലും സിനിമയുടെ തന്നെ പിന്നണിയിലുള്ള കുറെ ആളുകളുണ്ട്. അതുപോലെ തന്നെ നിറയെ ആളുകളാണ്, നാട്ടുകാരടക്കം. അവരുടെയൊക്കെ മനസ്സിൽ അന്ന് നമ്മളൊക്കെ കണ്ട് കൊതിച്ച അല്ലെങ്കിൽ കണ്ട് ഇഷ്ടപ്പെട്ട ആ വെള്ളാരം കണ്ണുള്ള സുന്ദരിയുടെ കല്യാണം കാണാനായിട്ടാണ് ഇവരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നത്. അമ്പലത്തിനുള്ളിലേക്ക് നമുക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് ആദ്യം അമ്പലത്തിന് പുറത്ത് മീഡിയ ആയതുകൊണ്ടാണ് വിവാഹം നടത്തുമെന്നായിരുന്നു പദ്ധതി ഇട്ടിരുന്നത്. പക്ഷെ നമ്മളിപ്പോ പറഞ്ഞില്ലേ, വലിയ തിക്കും തിരക്കുമാണ്, നിറയെ ആളുകളാണ് ഇവിടെ. അക്ഷരാർത്ഥത്തിൽ മൊണാലിസയും വരനെയും കാണാൻ വേണ്ടി ഒരു വലിയ തിക്കും തിരക്കും തന്നെയാണ്. അതുകൊണ്ട് തന്നെ അമ്പലത്തിനുള്ളിലേക്ക് വിവാഹം നടത്താമെന്നൊരു തീരുമാനത്തിലേക്ക് നിലവിൽ എത്തിച്ചേർന്നതായാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതീവ സന്തോഷം.
ഇത് തന്നെയാണ് കേരള സ്റ്റോറി, സംശയമൊന്നുമില്ല. നമ്മുടെ കേരളത്തിന്റെ നന്മയാണ്, കേരളത്തിന്റെ പുണ്യമാണ്. അപ്പോ ഈ രീതിയിൽ നമ്മുടെ നാടുമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ. വളരെ സന്തോഷമുണ്ട്. മോണോലിസയ്ക്കും വരൻ മുഹമ്മദ് ഫർമാൻ ഖാനും എല്ലാവിധ പ്രണാമവും നേരുന്നു. ഇതാണ് കേരള സ്റ്റോറി. ഇതാണ് മലയാളി എന്ന രീതിയിൽ നമ്മൾ അഭിമാനിക്കേണ്ടത്. നമ്മുടെ നാടിന്റെ ഐക്യമാണ്. കുംഭമേളയിൽ നിന്ന് രാജ്യത്തിന് ലഭിച്ച ഒരു വ്യക്തിയാണ് മോണോലിസ. ആ മോണോലിസയുടെ ജീവിതം കൊടുക്കാൻ നമ്മുടെ കേരളത്തിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷം. അതാണ് ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് പറയുന്നത്. ജയ് കേരള, ജയ് ഹിന്ദ്.